എല്ലാവർക്കും സ്റ്റീൽ ദ ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കരിക്കിൻ ഷേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു അരമുറി കരിക്ക് എടുത്തിട്ടുണ്ട്. തീരെ ഇളവനായിട്ടുള്ള കരിക്ക് വേണ്ട, കുറച്ച് കട്ടിയുള്ള കരിക്കായിരിക്കും കരിക്കിൻ ഷേക്കിന് കുറച്ചുകൂടി നല്ലത്. നമുക്കിത് ആദ്യം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ മിക്സിയിൽ നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇനി ഒരു 1/2 ലിറ്റർ പാല് വേണം. പാല് നല്ലപോലെ ഫ്രീസ് ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ ഷേക്ക് നല്ല തിക്കായിട്ട് ഇരിക്കത്തുള്ളൂ. നമുക്ക് ഈ പാലിൽ ഐസൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കരിക്കും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1-2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ വേണം അരയ്ക്കാനായിട്ട്. നമുക്ക് വെള്ളത്തിന് പകരം കരിക്കും വെള്ളം ഉപയോഗിച്ച് വേണമെങ്കിലും അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ ജാറ് ചൂടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ജാറ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അകത്തിട്ടേക്കുന്ന കരിക്കിന് ഒരു കനച്ച ടേസ്റ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ നമുക്ക് ഐസ് വാട്ടർ ചേർത്ത് അരച്ചെടുക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അരച്ചെടുക്കാതിരുന്നാലും മതി. ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അരച്ചെടുത്താലും മതി. ഇപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു വലിയ മിക്സിയുടെ ജാറിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരുപാട് നമ്മൾ അടിക്കണ്ട. ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാലങ്ങ് വെള്ളമായി പോവും. അതുകൊണ്ട് കുറച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കരിക്കിൻ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക്